ആർ സി ബിക്ക് തീരെ ഭാഗ്യമില്ല. ലാസ്റ്റ് ഒരു റൺസിനാണ് ആർ സി ബി കളി തോറ്റത്. പക്ഷേ കരൺ ശർമ്മ ഞെട്ടിച്ചു കളഞ്ഞു. ലാസ്റ്റ് ഓവറിൽ 3 പടുകൂറ്റൻ സിക്സാണ് കരൺ ശർമ്മ ഇന്ന് വായിച്ചത്. അതുകൊണ്ട് തന്നെ ആർ സി ബി ആരാധകർ കളി ജയിക്കുമെന്ന് കരുതി. എന്നാൽ താരം അവസാനം ഔട്ടായതാണ് പണിയായത്. ഇന്ന് കളി തോറ്റ ശേഷം ഡുപ്ലസിസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കോഹ്ലിയുടെ ഔട്ടാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കോഹ്ലിയുടെ നോബോളാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കോഹ്ലി ഔട്ടല്ല. കോഹ്ലി ക്രീസിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ആർ സി ബി കളി ജയിച്ചേനെ. കളി തോറ്റ ശേഷം ഡുപ്ലസിസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ കളി ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു. ഇത് അമ്പയർമാരുടെ പിഴവാണ്. കോഹ്ലിയുടേത് ഔട്ടല്ല. ശരിക്കും ഞങ്ങൾ TV സ്ക്രീനിൽ അത് കണ്ടതാണ്. അത് ശരിക്കും ഒരു നോബോളായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് തേർഡ് അമ്പയർ അത് നോട്ട് ഔട്ട് കൊടുക്കാഞ്ഞതെന്ന് വ്യക്തമല്ല. ഇത് ശരിക്കും അമ്പയർമാരുടെ പിഴവാണ്. ഞങ്ങൾ ഇന്നത്തെ മാച്ചിൽ ജയിക്കേണ്ടതായിരുന്നു. കരൺ ശർമ്മ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. അവൻ ലാസ്റ്റ് 3 സിക്സ് പായിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. തോറ്റ മത്സരമാണ് കരൺ ശർമ്മ തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷേ അവസാനം അവൻ ഔട്ടാവുമെന്ന് ആരും തന്നെ കരുതിയില്ല. 2 ബോളിൽ 3 റൺസ് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് നേടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇനി ഞങ്ങൾക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. അടുത്ത മത്സരത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ കളിക്കാൻ നോക്കുമെന്ന് ഡുപ്ലസിസ് വ്യക്തമാക്കി. കോഹ്ലി ഔട്ടല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ആർ സി ബി കളി ജയിച്ചേനെ. ജസ്റ്റ് 1 റൺസിനാണ് കൊൽക്കത്ത ഇന്ന് ജയിച്ചത്. കൊൽക്കത്തയും ആർ സി ബിയും നേർക്കുനേർ വന്നപ്പോൾ ഒരു ആവേശ മത്സരമാണെന്ന് ആരാധകർക്ക് കിട്ടിയത്. പക്ഷേ അവസാന ഓവറാണ് ആർ സി ബിയുടെ കൈവിട്ടുപോയത്. ദിനേശ് കാർത്തിക് ഔട്ടായിട്ടും കരൺ ശർമ്മ ഇങ്ങനെ കളിച്ചത് ഒരു അത്ഭുതമായിരുന്നു. അതുകൊണ്ട് തന്നെ ആർ സി ബി ജയിച്ചെന്ന് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ ആർ സി ബിക്ക് ഭാഗ്യമില്ല. കോഹ്ലിയുടെ ഔട്ടും വിവാദമായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.